നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകയിരം നക്ഷത്രത്തെ കുറിച്ചാണ്. മകയിരം നക്ഷത്രക്കാരുടെ മെയ് 14 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. 2026 വർഷ ഫലങ്ങളാണ്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ മകയിരം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരാൾക്കും ഒന്ന് അനുഭവവേദ്യമാകുന്ന ഫലമാണ്. ഈ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തൊഴിൽ മേഖലയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ അവലംബിക്കുന്നതാണ്. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിനൊക്കെ ചേരുവാൻ പറ്റിയ ഒരു സമയമാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നല്ല ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ആദരവും വിനയവുമുള്ള സമീപനം മാർഗ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് സർവകാര്യം വിജയം നേടുവാനായിട്ട് ഉപകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്ന പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാവും. അതായത് ഒരു പ്രൊമോഷനോടുകൂടി ഒരു സ്ഥലമാറ്റമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രൊമോഷനും ഒരു സ്ഥലം മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്കും ഇത് പറ്റിയൊരു സമയമാണ്. വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയം കൂടിയാണ്. അനന്ത സാധ്യതയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ ചെയ്യുവാനുള്ള ഒരവസരം വന്നു ചേരുന്നതാണ്. പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മഹത് വ്യക്തികളുടെയൊക്കെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ചില നിഷ്ഠകളൊക്കെ നിങ്ങൾ പാലിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതാണ്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ പറ്റിയ സമയമാണ്. മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ കൂടി നിങ്ങൾക്ക് ഈ സമയത്ത് പറ്റുന്നതാണ്. ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന ഘട്ടങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പഠനവും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങളെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യീകരണം നടക്കുന്നതാണ്. അതായത് നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതിന്റെ വരും വരായികളെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ആഗ്രഹം നിങ്ങളിലേക്ക് വന്ന് പോവണിയുന്നതാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റിയൊരു സമയമാണ്. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് രേഖാപരമായിട്ട് ലഭിക്കുമെങ്കിലും അതിന് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഒക്കെ കാണിക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അവഗണിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഒന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ അവസരോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്ന അപകീർത്തിയൊക്കെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മറ്റുള്ളവർ ചിന്തിച്ച് അത് നമ്മളുടെ ഒരു തെറ്റാക്കി മാറ്റുകയും ഒരു അപകീർത്തിയൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് നിങ്ങൾ പണം കടം കൊടുക്കുന്നുണ്ട്. അത് രേഖാപരമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. വിശ്വാസപരമായിട്ട് കൊടുക്കുമ്പോൾ ആ ബന്ധങ്ങൾ ഉലഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഇവിടെ കാണുന്നുണ്ട്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ചില രോഗങ്ങൾ കൊണ്ടൊക്കെ വിഷമിച്ചിരുന്നതാണ്. അതൊക്കെ മാറി നല്ല ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് നിങ്ങൾ വന്നെത്തുന്നതാണ്. ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് സാധിക്കുന്നതാണ്. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമീപനമാണ്. നിങ്ങൾക്ക് പ്രായത്തിലുപരിയുള്ള പക്വതയൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വാഹനഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികളായിരുന്നവർക്ക് മുൻപ് അകാരണമായിട്ടുള്ള ഭയവും ഉദാസീനതാ മനോഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മാതാപിതാക്കൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ കാര്യത്തില് ചുറ്റുമുള്ള ആളുകൾ ഇവരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ മകയിരം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അവരെ കൂടുതൽ ഒരു ഫോഴ്സ് ചെയ്യാതെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് വലിയ നിലയിൽ എത്തുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഈ മെയ് 14 മുതൽ 31 വരെ അനുഭവവേദ്യമാകുന്നത്. ഇതൊരു പൊതുവായ ഫലമായതുകൊണ്ട് തന്നെ
ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. ജന്മ സമയം അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ്. നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം വേണ്ട. നമ്മളുടെ സാഹചര്യം അനുസരിച്ച് സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുന്ന ആളുകൾ അർഹരാണോ എന്ന് നോക്കുക. ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട റോഡിലൂടെ നടക്കുന്ന ആളുകൾക്കൊന്നും കൊടുക്കാതിരിക്കുക. അവർ അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം അതിന് സഹായം ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.